ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ തൃശ്ശൂരൊന്ന് പോയിട്ട് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഫുഡിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? അതും ഭാരത് ഹോട്ടലിലെ സ്പെഷ്യൽ ബദാം മിൽക്കും നെയ് റോസ്റ്റും മസാല ദോശയാണ് ഞങ്ങളിന്ന് കഴിച്ചത്. പിന്നെ നമ്മൾ തൃശ്ശൂരിലെ ഈ ആകാശപാതയിലൊന്ന് കയറിയായിരുന്നു. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. മാത്രമല്ല ഈസിയും, പോരാത്തതിന് ലിഫ്റ്റും ഉണ്ട്. പിന്നെ ഞങ്ങൾ പോയത് ശക്തൻ മാർക്കറ്റിലേക്കാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അവിടെ ആകുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസും ഉള്ളിലേക്ക് പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് റേറ്റ് കുറവും കിട്ടുമെന്നാണ് അമ്മ പറയുന്നത്. ആദ്യം മാർക്കറ്റിലേക്കാണല്ലോ ഐറ്റംസ് വരുന്നത്. പിന്നെ ഇവിടെ നിന്നാണല്ലോ ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. അതായിരിക്കാം ഇവിടെ ഫ്രഷ് ഐറ്റവും അതുപോലെ പുറത്തെ കടകളിൽ നിന്ന് റേറ്റും കുറവായിരിക്കും എന്ന് പറയുന്നത്. ആദ്യം ഞങ്ങൾ കയറിയത് ഈ മുത്തശ്ശിയുടെ കടയിലാണ് കേട്ടോ. ഇവിടെ നിന്ന് മത്തങ്ങയും കേബേജും വെള്ളരിക്കയും കുമ്പളങ്ങയാണ് വാങ്ങിയത്. പിന്നെ നമ്മളിവിടേക്ക് പോകുമ്പോൾ കവർ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ. കാരണം ഇവിടെ നിന്ന് അങ്ങനെ അധികം കവറൊന്നും കിട്ടില്ല. അമ്മയുടെ കയ്യിൽ പിന്നെ കവറൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വിലയൊക്കെ പറഞ്ഞ് ആ ഐറ്റംസ് അവിടെ നിന്ന് വാങ്ങി. അമ്മ ഓരോ പച്ചക്കറികളൊക്കെ എടുത്ത് അതിൻ്റെ തൂക്കവും ക്വാളിറ്റിയൊക്കെ കയ്യിൽ പിടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഇത് ശക്തൻ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഉള്ളിലത്തെ ഒരു കടയാണ് കേട്ടോ. അവിടെ തന്നെ ഇരുന്ന് ഒരു ചേച്ചി ചായയും പരിപ്പൂടിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയ ഓട്ടോകളിലൊക്കെ വന്നിട്ട് ഐറ്റംസൊക്കെ കയറിയിട്ടും പോകുന്നുണ്ട്. അല്ലാതെ നമുക്കും ചെന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ കിട്ടും. പിന്നെ പോയത് ഈ കടയ്ക്കാണ്. പിന്നെ ഞങ്ങൾ ഈ കടയ്ക്കാണ് പോയത്. ഇവിടെ നിന്ന് ക്യാരറ്റും ഉരുളക്കിഴങ്ങും പയറും മത്തങ്ങയും പിന്നെ കുറച്ച് ചേനയാണ് വാങ്ങിയത്. ഇവിടെ ഇങ്ങനെ കൊട്ടകളിൽ ഓരോ പച്ചക്കറികളൊക്കെ അടുക്കി വെച്ചിരിക്കണ കാണാൻ നല്ല രസമുണ്ടല്ലേ. ശരിക്കും ഈ വെണ്ടയ്ക്കൊക്കെ അടുക്കി വെച്ചിരിക്കണ ഒരു പൂക്കൾ ഇട്ട പോലെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കടയിൽ പോകുമ്പോൾ ഇത്രയും പച്ചക്കറികളൊന്നും അവിടെ ഉണ്ടാവില്ല അല്ലേ. ഇവിടെ പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എല്ലാ പച്ചക്കറികളും ഒരു കടയിൽ നിന്ന് കിട്ടില്ല. പല പല പച്ചക്കറികൾ പല പല കടകളിലായിരിക്കും. പിന്നെ തൊട്ടടുത്ത് തന്നെ അടുത്തടുത്തായിട്ട് കുറേ കടകളുള്ള കാരണം നമുക്ക് ഒരുവിധം കടകളിൽ നിന്നൊക്കെ വിലയൊക്കെ ചോദിച്ചിട്ട് കമ്പയർ ചെയ്തും വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് മാളുകളിലത്തെ പോലെ AC ഒക്കെ കൊണ്ടൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല തിരക്കും അതുപോലെ ചൂടും കാറ്റും പൊടിയും ഒക്കെ ഉണ്ടാവും. പക്ഷേ മാളുകളിലത്തേനേലും കുറച്ചും കൂടി റേറ്റും കുറവായിരിക്കും. പിന്നെ കാണുമ്പോൾ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ പോലെ ഉണ്ട്. കാരണം അധികമായിട്ട് ലോഡ് വരുന്നത് ഇവിടേക്ക് ആയിരിക്കുമല്ലോ. അവിടെ നിന്ന് കുറച്ച് വാങ്ങിക്കുന്നതായിരിക്കും ഇവർ. പിന്നെ കുറേ കാറ്ററിംഗുകാരും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു മൊത്തമായിട്ട് വാങ്ങിച്ചിട്ട് പോവാം. ഈ വെണ്ടയ്ക്കൊക്കെ അടുക്കി വെച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്കെന്തോ നല്ല ഇഷ്ടമായത്. ഞാൻ ആ ചേട്ടനോട് ചോദിക്കായിരുന്നു മല്ലിയില ഇല്ലയെന്ന് കേട്ടോ. മല്ലിയില ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞത് ഇങ്ങനെ എല്ലാ ഐറ്റംസും അവരെടുത്ത് വെക്കില്ല, അവർ കുറച്ച് ഐറ്റംസാണ് എടുത്ത് വെക്കുള്ളൂ ഇത്ര. കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങനെയൊക്കെ പോയിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങളങ്ങനെ ഈ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി അടുത്ത കടയ്ക്ക് പോവാണ്. നെക്സ്റ്റ് കടയിൽ ഉള്ളി വെളുത്തുള്ളി പൈനാപ്പിൾ ഇഞ്ചി പിന്നെ മുരിങ്ങക്കായ മത്തങ്ങ അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ ഉള്ളത്. ഞങ്ങളിവിടെ നിന്ന് ഇഞ്ചിയും പൈനാപ്പിളും ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പൈനാപ്പിൾ വാങ്ങിച്ച വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളതുകൊണ്ട് എല്ലാ വീഡിയോകളും അങ്ങനെ കറക്റ്റായിട്ട് എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ടില്ലേ ഇവിടുത്തെ പച്ചമുളകൊക്കെ. പച്ചമുളക് ഇഞ്ചിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ടല്ലേ. പൈനാപ്പിളും മൊത്തമായിട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് വരുന്നതുകൊണ്ട് കുറേ പൈനാപ്പിൾ ഉണ്ടായിരുന്നേ. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഈ കടയ്ക്കാണ്. ഇവിടെ പച്ചമുളകിൻ്റെ തന്നെ വ്യത്യസ്ത ടൈപ്പുകളുണ്ടായിരുന്നു. പിന്നെ കുക്കുംബർ, ലെമൺ, ടൊമാറ്റോ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് ഈ കടയിലുള്ളത്. ഇവിടെയും സവാളയും വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പക്ഷെ പച്ചക്കറികൾ അധികമായിട്ടില്ല. ഇങ്ങനത്തെ ഐറ്റംസാണ് ഉള്ളത്.
ഇവിടെ നിന്ന് ഞങ്ങൾ പച്ചമുളകും കുക്കുംബറൊക്കെയാണ് വാങ്ങിയത്. കിഴക്കൻ മുളകും പിന്നെ നല്ല എരിവുള്ള ഉണ്ടമുളകും ഒക്കെയാണ് ഇവിടെ നിന്ന് വാങ്ങിയത്. അങ്ങനെ ഈ കടയത്തെ സാധനങ്ങളോടുകൂടി പച്ചക്കറി ഐറ്റംസ് ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് അങ്ങനെ ഉള്ളിലേക്കുള്ള കടകളിലേക്കല്ല ഞങ്ങൾ പോയത്, റോഡ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്ന കടയിലേക്കാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് ഈ ഫ്രൂട്ട്സ് കട. അപ്പോൾ ഇതിൽ നമ്മൾ ആവശ്യമുള്ള അനാറ്, അതുപോലെ പേരക്ക, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ നിന്ന് വാങ്ങിയത്. പേരയ്ക്കും അതുപോലെ മുന്തിരി വാങ്ങിച്ചായിരുന്നു കേട്ടോ. അത്രയും വാങ്ങിച്ചിട്ടുള്ളൂ ഇവിടെ നിന്ന്. ഇനി ഇത് റോഡ് സൈഡിലായിട്ടുള്ള കടകളായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുവിധം ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. അതുപോലെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പച്ചക്കറി കടകളും ഫ്രൂട്ട്സ് കടകളും ഒക്കെ ആയിട്ട് മാറി മാറിയുണ്ട്. റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് വണ്ടിയിൽ നിർത്തിയിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഉള്ളിലത്തെ കടകളെ അപേക്ഷിച്ച് ഇവിടുത്തെ കടകളിൽ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. കാരണം റോഡ് സൈഡാണല്ലോ. പിന്നെ ഉള്ളിലേക്ക് പോകും തോറാണ് റേറ്റ് നമുക്ക് കുറച്ച് കുറവിന് കിട്ടുക. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ മതിയാക്കി ഇനി പോവാണ് കേട്ടോ. ജസ്റ്റ് അപ്പുറത്തെ കടകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. നിങ്ങളുടെ അവിടെ ഏതാണ് നല്ല ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റ് ഉള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ പർച്ചേസിങ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. കഴിഞ്ഞിട്ടില്ല, തൊട്ടപ്പുറത്തെ കടയും കൂടി കാണിച്ചു തരാവേ. നിങ്ങളപ്പോൾ അതും കൂടെ കണ്ടിട്ട് പോയിക്കോളൂ.